ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ടാരോട്ട് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ റീഡിംഗ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് പേഴ്സണൽ റീഡിങ്ങിൻ്റെ കാര്യം വരുമ്പോൾ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 21-ാം തീയതി ഒക്ടോബർ 2025 21-ാം തീയതി സ്റ്റാർട്ട് ചെയ്തതാണ്. 6 ദിവസത്തെ ഡിസ്കൗണ്ട് ആണ്. 6 ദിവസം കഴിഞ്ഞാൽ ഇത് കിട്ടുന്നതായിരിക്കില്ല. അപ്പോൾ താല്പര്യമുള്ളവർക്ക് പേഴ്സണൽ റീഡിങ് ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. എനിക്ക് നിന്നെ ഇനിയുള്ള കാലം കൂടെ വേണം. ശത്രുക്കളെ തുരത്തി ഓടിക്കാൻ ഈ വ്യക്തി ചില പദ്ധതികൾ തയ്യാറാക്കുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മുഴുവനുമായിട്ട് കാണുക. നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചിട്ട് മുഴുവനുമായിട്ട് കാണുക. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ ഇപ്പം എന്തൊക്കെ മെന്റാലിറ്റിയോടേക്കാണ് നിൽക്കുന്നത്, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു എനർജിയാണ് നോക്കാനായിട്ട് പോകുന്നത്. വാവ്, ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഫസ്റ്റ് തന്നെ നമുക്ക് വളരെ പ്രതീക്ഷയെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം അത് വിജയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളോടൊപ്പം നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ മനസ്സ് മനസ്സിലാക്കി നമ്മൾക്ക് വേണ്ടി പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം, അല്ലേ? അതിപ്പോ പ്രണയിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, നമ്മുടെ ആരും ആയിക്കോട്ടെ, ഹസ്ബൻഡ് ഓർ വൈഫ് ആയിക്കോട്ടെ, ലവർ ആയിക്കോട്ടെ, ഏത് എനർജി ആണെങ്കിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ നിങ്ങളെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എനർജിയിലാണ് നിലനിൽക്കുന്നത്. അതായത് ഈ റിലേഷൻഷിപ്പിനെ സംരക്ഷിക്കണമെന്നും നിങ്ങളുടെ സ്നേഹത്തെ കാത്തു സൂക്ഷിക്കണമെന്നും, ഓക്കെ, അതായത് നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെ കാത്തു സൂക്ഷിക്കണം, നിങ്ങളുടെ ഈ ഒരു പ്രണയബന്ധത്തെ പവിത്രമാക്കി വെക്കണം, അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ തുരത്തി ഓടിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ തയ്യാറായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് വളരെ നന്നായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും ശത്രുക്കളെ തുരത്തി ഓടിക്കാൻ ഈ പേഴ്സൺ ശ്രമിച്ചു തുടങ്ങിയിരിക്കുന്നു, അതിനു വേണ്ടിയിട്ട് തയ്യാറായി തുടങ്ങിയിരിക്കുന്നു. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഒരു ഗുഡ് ന്യൂസ് പോലെയാണ് കിട്ടിയിട്ടുള്ളത്. യെസ്, സീക്രറ്റ്സ് ഐ ഹാവൻറ്റ് ടോൾഡ് യു എവറിത്തിങ് ആണ്. അതായത് നിങ്ങളോട് എല്ലാ കാര്യവും ഈ പേഴ്സൺ തുറന്ന് പറഞ്ഞിട്ടില്ല എന്ന് ഉറച്ച ചിന്താഗതിയോടെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. അതായത് ഈ വ്യക്തിക്ക് ഉറപ്പുണ്ട്, ഈ വ്യക്തി പറയേണ്ട ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തിരിച്ചറിവെന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കളുടെ ആ ഒരു കെണിയായിരുന്നു, അല്ലെങ്കിൽ ശത്രുക്കൾ നിങ്ങളോടും ഈ റിലേഷൻഷിപ്പിനോടും ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു ദ്രോഹങ്ങൾ. അപ്പോൾ അത് ഇവിടെ ഉറപ്പായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ആ മറഞ്ഞു കിടക്കുന്ന ചില കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ പല സാഹചര്യങ്ങൾ കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് മുന്നിൽ അത് വെളിപ്പെടുത്താൻ സാധിച്ചിരുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ഉറപ്പായിട്ടും ഈ വ്യക്തിയുടെ മനസ്സിൽ അതൊരു തെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം നിങ്ങളോടത് പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങളോടത് തുറന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വ്യക്തിക്ക് അതൊരു തെറ്റായിട്ടും അബദ്ധമായിട്ടും തോന്നിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്നാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. യെസ്, ട്രൂത്ത് ആണ്. ഇവിടെ ഇപ്പോഴും പുറത്തു വരാതെ നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. സത്യം എപ്പോഴും വികൃതമായിരിക്കും, എപ്പോഴും മറവിൽ തന്നെയായിരിക്കും നിൽക്കുന്നത്. സത്യം പുറത്തേക്ക് വരാൻ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ സത്യത്തെ വളരെയധികം ജ്വലിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതായത് സത്യം ഈ വ്യക്തിക്ക് പറഞ്ഞേ പറ്റൂ,
ആ സത്യം എന്തായാലും അതിൻ്റെ പവിത്രതയോട് കൂടി തന്നെ ഈ പേഴ്സന്റെ കൈകളിലുണ്ട്, ഭദ്രമായി ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, വൺ റിംഗ് സർക്കസ് ആണ്. എന്തുകൊണ്ടാണ് ഈ പേഴ്സൺ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരാതെ, അല്ലെങ്കിൽ ഇതിൻ്റെ മറഞ്ഞു കിടക്കുന്ന സത്യങ്ങൾ തുറന്നു പറയാതെ ഒക്കെ ഇരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ പോലും പലപ്പോഴും വിചാരിക്കാം ഈ പേഴ്സൺ എന്തുകൊണ്ടാണ് മുൻകൈ എടുക്കാത്തത്, ഈ പേഴ്സൺ എന്തുകൊണ്ടാണ് ഇതിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻസ് തരാത്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു വ്യക്തി ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ വീട്ടിലെ പ്രശ്നങ്ങളായിരിക്കാം, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാം, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ചുറ്റിനും കിടന്ന് കറങ്ങുന്നുണ്ടാകാം. അപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ ഈ പേഴ്സൺ ഏർപ്പെട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ പേഴ്സണ് വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ പേഴ്സൺ പലപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് ആഗ്രഹിക്കുമ്പോൾ പോലും ഈ പേഴ്സണ് അതിൻ്റെതായിട്ടുള്ള തിരക്കേറിയ ഒരുപാട് കാര്യങ്ങൾ വന്നു ചേരുന്നത് കൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് ഫ്രീ ആയിട്ട് വരാൻ കഴിയാത്തത്. വൺ റിംഗ് സർക്കസ് എന്ന് പറയുമ്പോൾ വൺ മാൻ ഷോ പോലെയാണ്. അതായത് ഒരാളാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ പ്രണയബന്ധം എന്ന് പറയുന്നതും പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതിൽ നിന്നും ഒരിക്കലും പുറത്തേക്ക് കടക്കാനൊന്നും ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല. ഉറപ്പായിട്ടും എന്താ പറയുക, അതിനെ സപ്പോർട്ട് ചെയ്ത് പ്രോത്സാഹിപ്പിച്ച് പ്രൊട്ടക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. പക്ഷേ അതിന് അനുയോജ്യമായിട്ടുള്ള സമയം ലഭിക്കുന്നത് വരെയും ഈ പേഴ്സണ് കുറച്ച് ടൈം കൊടുക്കാനാണ് പറയുന്നത്. കാരണം ഞാൻ ക്ഷീണിതയാണ്, എനിക്ക് സമയം വേണം എന്നാണ്. ദർ ആർ ലോട്ട്സ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ആർ ദർ ഇൻ മൈ ലൈഫ് എന്നാണ് പറയുന്നത്. ഗോ ഡീപ്പർ ആണ്. അതായത് ഈ പേഴ്സണ് നിങ്ങളെ കുറിച്ചിട്ട് ഡീപ്പായിട്ട് ചിന്തിക്കേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. അതായത് ഭയങ്കര ഇമോഷണൽ പരമായിട്ടാണ്. പക്ഷെ നിങ്ങളിലേക്ക് മാത്രമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യാനുള്ള സമയം ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമോഷണൽ പരമായിട്ടുള്ള ചിന്തകൾ നിങ്ങളെക്കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വന്നു കഴിഞ്ഞാൽ ഈ പേഴ്സന്റെ മനസ്സിനെ മുഴുവനുമായിട്ടും കൺട്രോൾ ചെയ്യുന്ന രീതിയിലായിരിക്കും ആ ചിന്തകൾ വരാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ വരുന്നത്. അപ്പോൾ അത്രയും ആഴമേറിയ ചിന്തകൾ, അത് ഏറ്റവും ഇമോഷണൽ ആയിട്ടായിരിക്കും ഈ വ്യക്തി അതിനെ നോക്കിക്കാണുന്നത്. കാരണം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വ്യക്തിയുടെ കണ്ണ് നിറഞ്ഞു പോകും. ഒരിക്കലും ഒരു സന്തോഷത്തോടെയോ അല്ലെങ്കിൽ ഭയങ്കര എന്തോ വലിയ ഇതായിട്ടോ അങ്ങനെ നോക്കാൻ പറ്റില്ല. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ ഈ പേഴ്സൺ ചെയ്യാത്തതും നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനെക്കുറിച്ചിട്ടൊക്കെ ചിന്തിച്ച് വളരെയധികം ഇമോഷണൽ പരമായിട്ടുള്ള എനർജിയിൽ ഈ പേഴ്സൺ നിൽക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്കിവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. യെസ്, ഡെസ്റ്റിനിയാണ്. കാരണം ഇത് ഒന്നില്ലെങ്കിൽ കുറച്ച് ആൾക്കാർ ട്വിൻ ഫ്ലെയിം ജേണി ആയിരിക്കാം. അത് എല്ലാവരും ട്വിൻ ഫ്ലെയിം ആണ് എന്നല്ല പറഞ്ഞു വരുന്നത്. കുറച്ച് ആൾക്കാർ ട്വിൻ ഫ്ലെയിം, അതുപോലെ കുറച്ച് ആൾക്കാർ ഡിവൈൻ കണക്ഷനുമായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ രണ്ടുപേര് കണ്ടുമുട്ടണമെന്നും നിങ്ങൾക്കിടയിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കണമെന്നും അതൊരു കർമ്മമായിരുന്നു. അപ്പോൾ ആ ഒരു കർമ്മത്തെക്കുറിച്ചും ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും അടുത്തടുത്തായിരിക്കാം താമസിക്കുന്നത്. പക്ഷെ അടുത്തടുത്താണ് താമസിക്കുന്നതെങ്കിൽ പോലും നേരിട്ട് കാണാനോ മര്യാദക്ക് മുന്നോട്ട് പോകാനോ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ഇതൊരു കർമ്മമായിട്ടും ഈ പേഴ്സൺ തിരിച്ചറിയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ആ കർമ്മത്തിന്റെ ഫലം അല്ലെങ്കിൽ ആ കർമ്മത്തിന്റെ എനർജി കുറയും തോറും നിങ്ങളിലേക്ക് അടുക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നതും. യെസ്, ഈ പേഴ്സണോട് റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ കൺട്രോള് നിങ്ങളുടെ കയ്യിൽ തന്നെ വെക്കുക.
ഇപ്പോൾ പലപ്പോഴും നിങ്ങളുടെ ആണെങ്കിലും ഈ പേഴ്സൻ്റെ ആണെങ്കിലും പിടിവിട്ട് പോകുന്ന ഇമോഷൻസ് ഒക്കെ വരികയാണെങ്കിൽ, ഭയങ്കരമായിട്ട് വിഷമം അങ്ങനത്തെ എനർജിയൊക്കെ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കണം. കാരണം ഫ്രീ യുവർ സെൽഫ് എന്നാണ് പറയുന്നത്. യെസ്, ദ ക്യൂൻ ഓഫ് സീസ് ഇവിടെ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത്. ഈ പേഴ്സൺ ഇന്ന് വരും നാളെ വരും എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ കാത്തിരിക്കുന്നത് സ്ത്രീകളാണ്. പുരുഷന്മാർക്ക് കാത്തിരിക്കാൻ കഴിയില്ല എന്നല്ല പറഞ്ഞു വരുന്നത്, ഉറപ്പായിട്ടും പുരുഷന്മാരും കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ എന്താ പറയാ, സ്ത്രീകളാണ് ഭയങ്കരമായിട്ട് ഒരുപാട് പ്രതീക്ഷകളോട് കൂടി കാത്തിരിക്കുന്ന ഒരു എനർജി ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ 10 ഓഫ് ഫയർ ആണ് കാണിക്കുന്നത്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു പോയ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ നിന്നും കളഞ്ഞില്ലെങ്കിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അത്തരം സിറ്റുവേഷൻസ് ആണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, അതായത് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ലേഡി നിന്നുകൊണ്ട് ഒരുപാട് ഈ ഒരു പേപ്പറുകളൊക്കെ, അത് പണ്ട് എഴുതിയിട്ടുള്ള ആഗ്രഹങ്ങളാണ്, അല്ലെങ്കിൽ പണ്ടത്തെ കാലം, ഭൂതകാലം. ഓക്കെ, ഭൂതകാലം, പാസ്റ്റ് എനർജീനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഉറപ്പായിട്ടും അത് കത്തിച്ച് കളയാണ് ഈ പേഴ്സൺ, ഈ വ്യക്തി. ഓക്കെ, അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാൽ ആ പഴയ കാര്യങ്ങൾ കത്തിച്ചു കളഞ്ഞാൽ മാത്രമേ ഫ്രഷ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നും ഈ റിലേഷൻഷിപ്പിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്നും ഈ പേഴ്സൺ മനസ്സിലാക്കുന്നു. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. എന്തായാലും പഴയ കാര്യങ്ങൾ കത്തിച്ചു കളയുക അല്ലെങ്കിൽ മറന്നു കളയുക എന്ന് പറയുന്നതും വലിയൊരു കാര്യം തന്നെയാണ്. ഓക്കെ, അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അതിൽ ശത്രുക്കളൊക്കെ പെടും. പഴയ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുമായിട്ട് സംഭവിച്ചിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും വരും, ശത്രുക്കളും വരും, നെഗറ്റീവ് എനർജീസ് എല്ലാം വരും. ഓക്കെ, ലെറ്റർ സി, യെസ്, എനിമീസ്, നോ കോണ്ടാക്ട്, 1999, ഫെയർ സ്കിൻ, ബഹ്റൈൻ, ഇടുക്കി, 28-ാം തീയതി, മെഡിറ്റേഷൻ ആൻഡ് ഓർഡിനറി ജോബ്സ്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 6 ദിവസത്തെ ഡിസ്കൗണ്ട് ആണ്. ഡിസ്കൗണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ റീഡിംഗ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക. സോ ബൈ.